ഇരുട്ടാണ്, ചുറ്റും ഇരുട്ടാണ്. പദാർത്ഥ രൂപത്തിൽ ഒന്നും കാണുന്നില്ല അല്ലേ? പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, നിങ്ങൾ അത് കാണുന്നില്ലേ? ആ ഒരു ചെറിയ കുത്ത്, ആ വലിയ ക്യാൻവാസിലെ ഒരു പേനയുടെ മഷിത്തുമ്പിനേക്കാൾ ചെറിയ ആ ഒരു ബിന്ദു. ഞാനും നിങ്ങളും കഴിഞ്ഞുപോയ ചരിത്രങ്ങളുമെല്ലാം, നാഗരികതകൾ, ഭരണാധികാരികൾ, ദേശങ്ങൾ, ഗോത്രങ്ങൾ, അവരുടെ എല്ലാം ജീവിതങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ കടന്നുപോയ കോടാനുകോടി മനുഷ്യർ, ജീവജാലങ്ങൾ, കാടും കരയും കടലും ആകാശവും വാസസ്ഥലമാക്കിയ ജന്തുവർഗങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അമീബ മുതൽ നീലത്തിമിംഗലങ്ങൾ വരെയും, ഇതുവരെ മനുഷ്യദൃഷ്ടിയുടെ ഫ്രെയിമിൽ പതിയാത്ത, നമുക്ക് ഉണ്ടെന്ന് മാത്രം അനുമാനിക്കാവുന്ന എല്ലാ വസ്തുക്കളും, എല്ലാം ഈ ഒരു ബിന്ദുവിലാണ്. എ പെയിൽ ബ്ലൂ ഡോട്ട്. അതെ, 1991 മനുഷ്യനിർമ്മിതമായ സൗരയൂഥത്തിന് പുറത്തുപോയ വോയേജർ 1 എന്ന ഉപഗ്രഹം ക്യാമറ കണ്ണുകൾ അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് ശനിയുടെ വളയങ്ങളിൽ നിന്നെടുത്ത ഭൂമിയുടെ ചിത്രമാണത്. അതെ, നാം എന്തെല്ലാമോ ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന, പുരോഗമനത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ തേടി അലയുന്ന, യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്ന, പലരും ദൈവമില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ നമ്മുടെ ഭൂമി. എത്ര സൂക്ഷ്മമാണ് അതിൻ്റെ സൃഷ്ടിപ്പ്! ഓരോ ജീവജാലങ്ങളിലും പതിയിരിക്കുന്ന മഹാത്ഭുതങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നില്ലേ? ഊട്ടിയിലേക്കുള്ള ആ യാത്രയിൽ ചുരങ്ങൾ താണ്ടി മലകൾ കയറുമ്പോൾ നാം അത്ഭുതം കൂറിയ, കുഞ്ഞിൻ്റെ വളർച്ച ആരംഭിച്ചത് മുതൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നടന്ന തുല്യതയില്ലാത്ത പരിപാലനം, ബീവർ മുതൽ പ്ലാസ്മ സെല്ലുകൾ വരെ ജീവിതത്തിൻ്റെ സന്തുലിതത്വം നിലനിർത്തുന്ന പ്രക്രിയകളില്ലേ? കാടും കാട്ടാറും ആഴിയും ആകാശവുമില്ലേ? AI സാങ്കേതിക വിദ്യയിൽ നാം ഒരുക്കുന്ന വിസ്മയ ലോകമില്ലേ? ഇതെല്ലാം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നിസ്സാരമായ ഒരു ധൂളി മാത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? നാം എല്ലാ രാത്രിയിലും കാണുന്ന ചന്ദ്രനിലേക്ക് 3,84,000 കിലോമീറ്റർ ദൂരമുണ്ട്. അഥവാ 30 ഭൂമികൾ അതിനിടയിൽ വയ്ക്കാനുള്ള അത്രയും ദൂരം. നാം ഇന്നീ കാണുന്ന പ്രപഞ്ചത്തെ കാലഘട്ടങ്ങളായി വേർതിരിക്കുകയാണെങ്കിൽ കോസ്മിക് കലണ്ടറിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിലെ കേവലം കുറച്ച് വർഷങ്ങൾ മാത്രം ജീവിക്കുന്നവരാണ് നമ്മൾ. നാം ഇന്ന് സ്റ്റെലിഫറസ് എറയിലാണ്. ഈ സൂര്യനും ചന്ദ്രനും ഇതര ഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന സൗരയൂഥം, 100 ബില്യൺ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിൽക്കി വേ എന്ന ഗാലക്സി, അത്തരം 2 ട്രില്യൺ ഗാലക്സികൾ, ഇന്നും നമുക്ക് കാണാവുന്ന ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് തന്നെയും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മരണത്തോടെ അവസാനിക്കുന്ന മനുഷ്യൻ്റെ അഹങ്കാരമല്ല യാഥാർത്ഥ്യം. ഈ അഖിലാണ്ട മണ്ഡപത്തെ അണിയിച്ചൊരുക്കിയ സ്രഷ്ടാവ്, ദൈവം, ദ ഗോഡ്, അവന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്, അൽ ഖാലിഖ്. എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഗതിവിഗതികളെ അറിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു സ്രഷ്ടാവ്. മൂസാ പ്രവാചകൻ എല്ലാം അടക്കി ഭരിക്കുന്ന ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന രംഗം. قال فمن ربكما يا موسى. അവൻ ഫിർഔൻ ചോദിച്ചു, ഹേ മൂസ, അപ്പോൾ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ്? قال ربنا الذي أعطى كل شيء خلقه ثم هدى. അദ്ദേഹം, അതായത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ, അവനത്രേ ഞങ്ങളുടെ രക്ഷിതാവ്. ഓരോ പ്രകൃതിക്ഷോഭങ്ങളിലും ജീവിതവീഥിയിലെ ഓരോ പരീക്ഷണങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും നമുക്ക് ധൈര്യം അവനാണ്. وأنه هو أضحك وأبكى. അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തതെന്നും. وأنه هو أمات وأحيا. അവൻ തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തതെന്നും. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം അവൻ രേഖപ്പെടുത്തിയതാണ്. അവനല്ലാതെ യാതൊരു ആശ്രയവുമില്ല. ആശുപത്രി വരാന്തയിൽ ICUവിൻ്റെ ആ ചെറിയ ജാലകത്തിനുള്ളിലൂടെ തുണിക്കെട്ടുകൾക്ക് നടുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നന്നായി പ്രാർത്ഥിക്കൂ എന്ന്
ഡോക്ടർമാർ പറയുമ്പോൾ അവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനയുടെ മൂർച്ചയിലുണ്ട് ഖാലിഖായ റബ്ബിലേക്കുള്ള നമ്മുടെ ആശ്രയം. എന്നാൽ അവന് പുറമെ ആരാധിക്കപ്പെടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായമർത്ഥിക്കപ്പെടുന്ന ആരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ല. ഇത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിൻ്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കുവാനും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് ആരാധിക്കപ്പെടുന്ന എത്രയോ വസ്തുക്കൾ, ആൾദൈവങ്ങളും മക്കുബറകളും മൺമറഞ്ഞ മഹാന്മാരും പുണ്യപുരുഷന്മാരും കല്ലും മുള്ളും കാഞ്ഞിരക്കുറ്റിയും ആൾത്തറകളും ബീവിയും ഹോജയും ശാസ്ത്രവും ഇച്ഛകളുമെല്ലാം, ഇവയിൽ ആരെങ്കിലും ലോകത്ത് സ്വന്തമായി എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഇവരാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? വേണ്ട. അവരുടെ ശരീരം തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ആരാധിക്കപ്പെടാൻ അർഹനാവുക? സമാനതകളില്ലാത്ത അല്ലാഹുവിന് ഏതെങ്കിലും നിലക്ക് തുല്യപ്പെടുത്താൻ അർഹമായ ഒരു ശക്തി ലോകത്താരാണുള്ളത്? എങ്കിൽ അവനോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെയെങ്കിലും തുലനപ്പെടുത്തൽ എത്ര മൗഢ്യമാണ്. സ്രഷ്ടാവ്, നിയന്താവ്, ഉപജീവനം നൽകുന്നവൻ എന്ന നിലയിൽ അവൻ ഏകനാണ്. ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടവൻ എന്ന നിലയിലും അവൻ ഏകനാണ്. അവന് മാത്രം അർഹതപ്പെട്ട നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്. ഈ കാര്യം പഠിപ്പിക്കാനാണ് ലോകത്ത് 100,000-ൽ പരം പ്രവാചകന്മാർ വന്നത്. ഇതേ കാര്യം തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ്റെ സ്വഹാബികളും അവർക്ക് ശേഷം വന്ന നമ്മുടെ മുൻഗാമികളും പഠിപ്പിച്ചത് ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ ഈ പാതയിൽ നിന്നും സമൂഹം അതിവിദൂരത്തേക്ക് പോയി. അള്ളാഹുവിന് പുറമേ പലതിനെയും ആരാധിക്കുന്നവരായി സമൂഹം മാറി. സുഹൃത്തെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതിൽ നമുക്ക് കണ്ണുകൊണ്ടു കാണാൻ കഴിയുന്നവരെയും അല്ലാത്തവരെയും പങ്കുചേർക്കുന്നത് ന്യായമാണോ? അല്ല എന്ന് മനസ്സ് പറയുന്നുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ മറ്റുള്ളവരുടെ ഇടപെടൽ പോലെയല്ല. ലോകത്തുള്ള ഏത് ജീവിയുടെ പ്രവർത്തനവും കഴിവും അള്ളാഹുവിൻ്റെ കഴിവ് പോലെയല്ല. അല്ല, ഒരിക്കലും അങ്ങനെ ആകില്ല, അങ്ങനെ ആകാൻ പാടില്ല. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ഈ പരമസത്യമാണ് കേരളത്തിൽ നമുക്ക് മുമ്പ് ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാതെ പ്രപഞ്ചത്തിൽ ആരാധ്യനായി മറ്റാരും തന്നെയില്ല എന്നതാകുന്നു. മനുഷ്യശക്തിക്ക് അധീനമല്ലാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ കാര്യങ്ങൾക്കായി സർവ്വതിൻ്റെയും പ്രഥമ കാരണമായ അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും കാര്യകാരണബന്ധത്തിൻ്റെ പരിധിക്കപ്പുറമായി സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾക്കു വേണ്ടി ആശ്രയിക്കുവാൻ അർഹതയുള്ളവൻ സാക്ഷാൽ ദൈവമായ അള്ളാഹുവല്ലാതെ മറ്റു യാതൊന്നും തന്നെയില്ല എന്നുമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. പി അബ്ദുൽ ഖാദർ മൗലവി, കണ്ണൂർ, അത്തൗഹീദ്, പേജ് 13. ഇങ്ങനെ അഭൗതികവും അദൃശ്യവുമായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ടും ഒരു വസ്തുവിനെ ഭക്തിപൂർവം വന്ദിക്കലാണ് ആരാധന. കെ ഉമർ മൗലവി, ഫാത്തിഹയുടെ തീരത്ത്, പേജ് 47. മറ്റൊരു വാചകം, അദൃശ്യമായ കഴിവിലും അറിവിലും വിശ്വസിച്ചുകൊണ്ടുള്ള മാനസിക താഴ്മയാണ് ആരാധനയുടെ കാതൽ. ഇത് ഏറ്റവും പ്രത്യക്ഷമായത് പ്രാർത്ഥനയിലാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറമെയുള്ള മാർഗത്തിൽ
ആവശ്യം നിറവേറ്റി കിട്ടുവാൻ വേണ്ടി അദൃശ്യമായ അറിവും കഴിവുമുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് അപേക്ഷിക്കലാണ് പ്രാർത്ഥന. ഫാത്തിഹയുടെ തീരത്ത് പേജ് 48. അഭൗതികമായ മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥന ആകുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല. കെ കുഞ്ഞിതുമദനി, ഇസ്ലാമിൻ്റെ ജീവൻ, പേജ് 13. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ടെന്ന വിശ്വാസമാണ് ഇബാദത്തിൻ്റെ ഉറവിടം. ആ വിധത്തിലുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ഭരമേൽപ്പനം, ധനവ്യയം, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവകാര്യങ്ങളും ആരാധനയുടെ വകുപ്പിലുൾപ്പെടുന്നു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനെ നോക്കുക. അവൻ്റെ അവയവങ്ങളും ശരീരവും ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ നമസ്കാരവും നോമ്പുമൊന്നുമില്ലല്ലോ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിനു മാത്രമേ ഉള്ളൂ. അവൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിനർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിൻ്റെ ജീവൻ 12-13. എത്ര കൃത്യമാണ് ഈ നിർവചനങ്ങൾ! ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് തൗഹീദിൻ്റെ വക്താക്കൾ. ഇതിൽ നിന്നും വ്യത്യസ്തമായി അഭൗതികമായി മനുഷ്യജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നവരാണ് അമ്പിയാക്കളും മഹാന്മാരും ജിന്നും മലക്കും എന്നു പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ പങ്കുചേർക്കലല്ലേ? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അഭൗതികമായ കഴിവ് ഈ പറയപ്പെട്ടവർക്ക് വകവെച്ച് കൊടുക്കലല്ലേ? മുൻഗാമികൾ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും ബഹുദൂരം വ്യതിചലിച്ചിട്ടും ആരെങ്കിലും അവരുടെ പിന്തുടർച്ച അവകാശപ്പെടുന്നെങ്കിൽ അത് എത്രത്തോളം നിരർത്ഥകമാണ്. സുഹൃത്തെ, ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയത് വെറുതെയല്ല. ഭൂമി ലോകത്തെ സ്ഥാനമാനങ്ങളും നേട്ടങ്ങളുമല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. നമുക്കൊരു ദിനം കടന്നു വരാനുണ്ട്. അന്ന് നമ്മുടെ രക്തയോട്ടം നിലക്കും, ശരീരം തണുക്കും, അവയവങ്ങൾ നിശ്ചലമാകും, നമ്മെ മറ്റുള്ളവർ കുളിപ്പിക്കും, 3 തുണികളിൽ പൊതിയും, 6 അടി മണ്ണിലേക്ക് നമ്മെ ഇറക്കി വെക്കും. പിന്നീട് നാം ഒറ്റക്കായിരിക്കും, ചുറ്റും കൂരിട്ടായിരിക്കും. അതിനുശേഷമുള്ള ജീവിതത്തിലെ വിജയമാകണം നമ്മുടെ ലക്ഷ്യം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. Let's ProfCon. ProfCon, Professional Students Global Conference.